വീൽസോൺഫയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹോണ്ടയുടെ മാത്രമല്ല ഒരു ലെജൻഡറി ബൈക്കാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ലെജൻഡറി ബൈക്സായിട്ട് നിലനിൽക്കുന്ന ബൈക്കുകളിലൊന്നാണ് യൂണിക്കോൺ. ഇതിന് മുന്നേ നമുക്ക് സ്പ്ലെൻഡർ ഉണ്ട്, അത് കഴിഞ്ഞ് യൂണിക്കോൺ ഉണ്ട്. അപ്പോൾ ഈ ലെജൻഡറി ബൈക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ 2 സ്ട്രോക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇത്തരത്തിലുള്ള ബൈക്കുകളുണ്ട്. ഇത് വളരെ സ്പോർട്ടിയായിട്ട് ആ കാലത്ത് ഇറങ്ങിയ ബൈക്കാണ്. ഇന്ന് നമുക്ക് സ്പോർട്ടിനെസ്സിൻ്റെ ഡെഫിനേഷൻ മാറി. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഓൾഡ് സ്കൂൾ ലുക്കാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്നും സെയിൽ ഫിഗറിലൊന്നും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നൊരു ബൈക്കാണിത്. ഇതിന് ഇപ്പോൾ BS6 വേർഷനാണ് നിങ്ങൾ കാണുന്നത്. BS6 അവതാരത്തിൽ ഭയങ്കര മാറ്റങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് താനും. മെയിൻ മാറ്റം ഇതിൻ്റെ എൻജിൻ സൈഡിലാണ്. ഇതിപ്പോൾ 163cc എഞ്ചിനാണ്, ബോർ ചെയ്ത എഞ്ചിനായിരിക്കണം. ഒരുപാട് പവർ വ്യത്യാസമില്ല. ഇതിന് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം 14 Nm ടോർക്കും 12 bhp പവറും ഒക്കെയാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്. മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ബേസിക്കാണ്. പുതിയതായിട്ട് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്കിപ്പോൾ സൈഡിൽ വന്നാൽ കാണാം, ഇതിപ്പോൾ സിംഗിൾ ചാനൽ ABS കൂടി വരുന്ന ബൈക്കാണ്. ഫ്രണ്ട് ഡിസ്ക്കാണ്, ബാക്ക് ഡ്രമ്മാണ്. ഇപ്പോഴും ആ ഓൾഡ് സ്കൂൾ സെറ്റപ്പ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റലിറ്റിക് കൺവെർട്ടർ കാണാൻ പറ്റും, ഓക്സിജൻ സെൻസർ ഉണ്ട്. അല്ലാതെ ഇതിന് വലിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇതിന് വലിയ അപ്ഡേറ്റ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് LED ഹെഡ്ലൈറ്റ് വരുന്നില്ല, LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നില്ല, LED ടെയിൽ ലാമ്പ് വരുന്നില്ല. LED ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് വളരെ നല്ല ത്രോ ഉള്ളൊരു ലൈറ്റാണ്. വേറെ മോശം ഒന്നും പറയാനില്ല. ഞാനിതിൽ അത്യാവശ്യം ലോങ് ടൂറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ വേർഷനില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പരാതിയൊന്നും തോന്നിയിട്ടില്ല. ഇതിൻ്റെ വീലുകളെല്ലാം അത്യാവശ്യം നല്ലതാണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് ഒരു രക്ഷയില്ലാത്ത സീറ്റാണ്, വളരെ വൈഡായിട്ടുള്ള സീറ്റാണ്. പിലിയനും റൈഡറിനും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതിന് വരുന്നത്. ഏകദേശം 13 ലിറ്ററിൻ്റെ ടാങ്കും കൂടി ആകുമ്പോൾ ഒരു നല്ല പാക്കേജായിട്ട് വരും. ഇനി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ മൈലേജ്. നിങ്ങൾ ഓടിക്കുന്നത് പോലെയൊക്കെ ഇരിക്കും മൈലേജ് വരുന്നത്. പക്ഷേ ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ ഒരു 60 അടുപ്പിച്ച് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 50-ന് മുകളിൽ ഉറപ്പായും കിട്ടും. ഇതിന് സ്വിച്ച് ഗിയേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് സ്വിച്ച് ഗിയറാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പാർട്സ് വരുന്നുണ്ട്, ഡിമും ബ്രൈറ്റും വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. എൻജിൻ കിൽ സ്വിച്ച് ഹോണ്ടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എൻജിൻ കിൽ സ്വിച്ച് വേണമെന്ന് ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഹോണ്ട കേട്ടത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ പഴയത് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കൂടി വരുന്നുണ്ട്. അത് മാത്രമാണ് ഇതിൽ മാറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് കീ പഴയ കീ തന്നെയാണ്, കീയിലും മാറ്റങ്ങളൊന്നും വരുന്നില്ല. മിറേഴ്സ് എല്ലാം ഹോണ്ടയുടെ ടിപ്പിക്കൽ മിററാണ്. പിന്നെ ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇതിനി ഓടിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും അതിൻ്റെ നല്ല വശം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 795-798 ആണ് എമം സീറ്റ് ഹൈറ്റാണ് ഇതിനുള്ളത്. വളരെ കംഫർട്ടബിൾ. എനിക്ക് 2 കാലും കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് വീതി കൂടി സീറ്റ് ഉണ്ട്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കിലോട്ടിരുന്നാൽ അത്യാവശ്യം കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വളരെ സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഹലോ യൂട്യൂബ്, അപ്പോൾ ഹോണ്ട യൂണിക്കോൺ 160യുടെ റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമുക്ക് ഓടിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷനാണ്, എന്താണ് വണ്ടി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ പറയേണ്ട കാര്യം ഇതിൻ്റെ കംഫർട്ട് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. അതെ, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്രൈറ്റ് ആണ് സീറ്റിംഗ്, നിങ്ങൾ നടു വളഞ്ഞിരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ, ഇത് ഈ മോശ റോഡാണ്, നല്ല മോശ റോഡാണ്. എനിക്ക് വലുതായിട്ട് ഈ പറഞ്ഞ ആൻഡുലേഷൻസ് ഒന്നും പുറകിലേക്ക് വരുന്നില്ല, അതിൽ നിന്ന് ഉറപ്പിക്കാം. പിന്നെ ടോർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻസിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തത് FZ 150 ആണ്, വേർഷൻ 3. അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടിയൊക്കെ യൂത്ത് ഓറിയൻറ്റഡ് വണ്ടിയാണ്. ഇത് കുറച്ചുകൂടിയൊക്കെ ഒരു മെച്യൂർ റൈഡിങ്ങിന് വേണ്ടിയിട്ട് പറ്റിയ വണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഇതിന് ഒരുപാട് പവറും വരുന്നത്. ഇത് അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. മൈലേജ് വൈസും റിലയബിലിറ്റി വൈസും ഹോണ്ട ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ആണ്. ഓൾറെഡി ഒരു ലീഡിങ് ആണ്, സെഗ്മെൻറ്റ് ലീഡിങ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം, അപ്പോൾ നമുക്ക് ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ പഴയ നോസ് ഡൈവ് അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇത് മുന്നേ ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷൻ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നോസ് ഡൈവ് എന്ന് പറയുന്നൊരു പ്രശ്നം ഇതിനുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇതിന് വേറെ ബ്രേക്കിംഗ് സൈഡ് എനിക്ക് റിയർ ബ്രേക്ക് കുഴപ്പമില്ല, സ്പോഞ്ചിയാണ്.
കുഴപ്പം തോന്നുന്നില്ല. ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം കൊള്ളാം, നേരത്തെ ഞാൻ പിടിച്ചു നോക്കി. പക്ഷേ ഭയങ്കര ഇമ്മീഡിയറ്റ് ഒരു ബൈറ്റൊക്കെ തരുന്ന ഒരു വാഹനമല്ല ഇത്. വളരെ ഗ്രാജുവലായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് തരുന്ന ബ്രേക്കിംഗ്. എന്നാൽ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. എ ബി എസിൻ്റെ ഇൻട്രൂഷൻ ഭയങ്കര വൃത്തികെട്ട ഇൻട്രൂഷനൊന്നുമില്ല. ചിലപ്പോൾ ഹീറോ ബൈക്കിലൊക്കെ എനിക്ക് തോന്നാറുള്ള ഒരു ഇൻട്രൂഷൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇതിൻ്റെ എൻജിൻ ഭയങ്കര സ്മൂത്താണ്. ഈ എൻജിൻ ഉണ്ട് എന്ന് നിങ്ങളറിയും, പക്ഷേ എന്ന് പറഞ്ഞിട്ട് വൈബ്രേഷൻസ് ലോവർ RPM ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇത് ഹയർ RPM കയറുമ്പോൾ ഫുഡ് പേക്കിൽ വൈബ്രേഷൻ ഉണ്ട്, സീറ്റിലൊട്ടും വൈബ്രേഷൻ ഇല്ല, ഹാൻഡിൽ ബാറിൽ എനിക്ക് വൈബ്രേഷൻ വരുന്നില്ല. ഇതൊരു ടോപ്പ് എൻഡിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയേ അല്ല, അത് ആദ്യമേ പറയാം. ഇത് ടോപ്പ് എൻഡിന് പറ്റിയൊരു വണ്ടിയല്ല, അതുകൊണ്ട് നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. ഇത് വാങ്ങുന്ന ആളൊരിക്കലും ഒരു ടോപ്പ് എൻഡ് നോക്കി വാങ്ങുന്ന ആളുമായിരിക്കില്ല. അവരുടെ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും റിലയബിലിറ്റി, കംഫർട്ട്, മൈലേജ് ആയിരിക്കും. അത് മൂന്നിലും ഇതിന് ഒരു 10-ൽ 7-ഉം 8-ഉം മാർക്ക് വീതമൊക്കെ കൊടുക്കാൻ പറ്റും. കാര്യം അത്ര റിലയബിളും കംഫർട്ടബിളുമാണ് ഈ വണ്ടി. പിന്നെ മിറേഴ്സ് അത്യാവശ്യം വ്യൂ തരുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സ് കുഴപ്പമില്ല, മോശമല്ല. ഇപ്പോൾ ഹീൽ ഷിഫ്റ്റർ വരുന്നില്ല, ടോ ഷിഫ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ നോർമൽ ഒരു സ്പോർട്ടി ഷിഫ്റ്റിംഗ് ആണ്, പക്ഷേ അത്ര സ്മൂത്ത് അല്ല. നിങ്ങൾ റെമാച്ച് ചെയ്തൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നും. ഇല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കറക്റ്റ് RPMൽ നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് ടോപ്പ് ഗിയറിലൊക്കെയും അത്യാവശ്യം കുറഞ്ഞ സ്പീഡിലൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ല, യാതൊരു പ്രോബ്ലവും കാണിക്കുന്നില്ല, വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് എടുത്ത് പറയേണ്ട കാര്യമായിട്ട് തോന്നുന്നു. നല്ലൊരു ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററൊക്കെ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഈ വണ്ടിയുടെ ഒരു കഥയുണ്ട്. ഈ വണ്ടിയും ഞാനും തമ്മിലുള്ള ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കന്യാകുമാരിയിൽ, ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു ദൂരമുണ്ട് താനും. റോഡൊക്കെ മോശമാണ്. ഞങ്ങളുടെ കയ്യിൽ വാഹനങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നൊരു സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടികൾ കംപ്ലൈൻ്റ് ആണ്. എൻ്റെ വണ്ടിയും കംപ്ലൈൻ്റ് ആണ്, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയും കംപ്ലൈൻ്റ് ആണ്. നമുക്കൊരു ലോങ് പോകാൻ പറ്റുന്ന വണ്ടികൾ കയ്യിലില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി കടം വാങ്ങി ഒന്ന് ചെറിയൊരു ട്രിപ്പ് പോയിട്ട് കേട്ടോ, അയാൾ തന്നു. ഈ വണ്ടി അപ്പോൾ ബെസ്റ്റ് കണ്ടീഷനിലല്ലായിരുന്നു, പക്ഷേ ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ തന്നു എന്നല്ലാതെ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടം വരെ കൊണ്ടുപോവുകയും തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു റൈഡായിരുന്നു. ഞങ്ങൾ മാറി മാറി വണ്ടി ഓടിച്ചു. പില്ലിയനായിട്ടും ഓടിച്ചു, എന്നാൽ റൈഡറായിട്ട് ഞാൻ ഈ വണ്ടിയിലിരുന്നു. പില്ലിയനായിട്ട് വരുന്നു, റൈഡറായിട്ട് വരുന്നു. ഏതായാലും എനിക്ക് ബാക്കിലിരിക്കുമ്പോഴും ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ആർക്ക് വാങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളൊരു വ്യക്തി, നിങ്ങളൊരു സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു പുതിയ ഫസ്റ്റ് ബൈക്ക് എടുക്കുന്ന ആളാണെങ്കിലും, നിങ്ങളൊരു 125cc അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് വാങ്ങാം. നിങ്ങളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നല്ല സർവീസ് നെറ്റ്വർക്ക് ഉണ്ടാവണം, അത്യാവശ്യം ചീപ്പായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടാവണം, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, പിന്നെ അത്യാവശ്യം പവർ വേണം, അത്യാവശ്യം ലോങ് പോകാനുള്ള ഒരു പവർ ഉണ്ടാവണം. അതൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഉറപ്പായും പ്രിഫർ ചെയ്യാം. ഇതിന് ഇത്രയും ദൂരം ഓടിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സീറ്റ് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സീറ്റ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ ഉള്ളൊരു സീറ്റല്ല, ഒരു വ്യത്യസ്തമായ സീറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് ഹാർഡ് കോമ്പണൻ്റ് ആണ്, പക്ഷേ വളരെ കംഫർട്ടബിളുമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ റൈഡിങ് ട്രയാങ്കിൾ ഭയങ്കര ബെറ്ററാണ്. ഒട്ടും ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള പവറല്ല, നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്ന പവർ തന്നെയാണ്. അപ്പോൾ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ആളിനും ഈ വണ്ടി ഓടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ സീറ്റ് ഹൈറ്റും കുറവാണ്. പിന്നെ ഇതൊരു 140 കിലോഗ്രാം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ്, വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അത്യാവശ്യം ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മെറ്റൽ ടാങ്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ടാങ്ക് കപ്പാസിറ്റി, ടാങ്ക് റേഞ്ചും ബെറ്ററാണ്. അതിനൊപ്പം നിങ്ങൾക്കൊരു മെറ്റാലിക് ടാങ്ക് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ഉറപ്പായി ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും.
ഇനി ഈ വണ്ടിയിൽ ടൂർ ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇതിന് ലഡാക്കിൽ പോയ ആൾക്കാർ വരെ ഉണ്ട്. ഒരു പെൺകുട്ടി തന്നെ ഉണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ലഡാക്കിലോട്ട് എന്തോ ഇതിലോ പോയൊരു കഥ പണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇതിൽ ലോങ് പോകുന്ന ആൾക്കാരെയും എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബൈക്കാണ്, അങ്ങനെ അത്ര കംഫർട്ടബിൾ ആയിട്ടൊരു ബൈക്കാണ്. ലോങ് പോകാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ബൈക്കാണ്. നമുക്കൊന്ന് ടോപ്പ് എടുത്ത് നോക്കാം. ഇത് 0 to 60 ഒരു കുഴപ്പമില്ല, പക്ഷേ അത്ര പെട്ടെന്ന് കയറുന്ന വണ്ടിയല്ല. ലൈക്ക് ഹോണ്ട ഇത് അത്യാവശ്യം ടോൾ ഗിയർ ആണ് കേട്ടോ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ടോളല്ല, എന്നാലും അത്യാവശ്യം ടോൾ ഗിയറിംഗ് ആണ്. എനിക്ക് ടോൾ ഗിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂട്ടിങ്ങിന് ടോൾ ഗിയറിംഗ് ഒരുപാട് ഇഷ്ടം തോന്നാറില്ല. പക്ഷേ ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്തോ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ ടോപ്പ് എൻഡ് ഉള്ള വണ്ടിയല്ല ഇത്. ഒരു 80 ഒരു 60-70 ഒക്കെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് അത്ര വൈഡൊന്നും അല്ല. 120 സെഷനാണ് റിയർ, ഫ്രണ്ട് 90 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 90 അല്ലെങ്കിൽ 100 ആണ്. പക്ഷേ ഒട്ടും എനിക്കങ്ങനെ കംഫർട്ടബിളായി ആ ഒരു ഹയർ സ്പീഡിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നാറില്ല ഈ പറഞ്ഞ യൂണിക്കോൺ. ഇനി നിങ്ങൾക്ക് ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളിത് വാങ്ങണോ വേണ്ടയോ? ഇത് നിങ്ങൾ ഒരു മെച്യൂർ ആയിട്ടുള്ള റൈഡറാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്പീഡും ഒരുപാട് പവറും ഒന്നും ആവശ്യമില്ല, ഒരുപാട് നിങ്ങളുടെ അടുത്ത് പൊളിക്കാൻ ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ വണ്ടി വാങ്ങാം. പിന്നെ നിങ്ങളെന്ന് പറയുന്ന ആൾ ഒരു ഓഫീസ് ഗോയിങ് ആണ്, നിങ്ങൾക്കൊരു സെക്കൻഡറി ബൈക്ക് വേണമെങ്കിലും ഉറപ്പായി ഇത് പ്രിഫർ ചെയ്യാം. പിന്നെ സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഫസ്റ്റ് ബൈക്ക് വാങ്ങുന്ന ആൾ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വണ്ടി പഠിച്ച് ലൈസൻസ് എടുത്ത് ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടിയാണെങ്കിൽ പോലും ഇത് ബെറ്ററാണ്. കാര്യം ഇത് ഒരു 160cc ബൈക്ക് ആണെങ്കിലും അത്രയും ഒരു പവർ ഇത് കാണിക്കുന്നില്ല. അതൊരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്, വലിയ ഷോ ഒന്നും കാണിക്കുന്ന വണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒട്ടും പേടിക്കാതെ വാങ്ങാൻ പറ്റും. ഇനി ഇതിന് മൈലേജും ഉണ്ട്. നിങ്ങളൊരു കോളേജ് ഗോയിങ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാശില്ല എക്സ്പ്ലോർ ചെയ്യാനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ബൈക്കിലോട്ട് പോവാം. ഹോണ്ട ഷൈനിനേക്കാളും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഹോണ്ട ഷൈൻ നല്ല വണ്ടി തന്നെയാണ്, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ ഹോണ്ട ഷൈൻ എന്ന് പറയുമ്പോഴത്തേക്കും 125cc ആണ്, പക്ഷേ അതിൽ പുതിയ കുറേ എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഡിജിറ്റൽ ഡാഷൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടിയൊക്കെ ഒരല്പം കൂടിയൊക്കെ മോഡേൺ ലുക്കാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ LED ലൈറ്റ് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡുകളും നോക്കാം. ഇത് ഏകദേശം 1,30,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വേണ്ട. അതിൽ ആക്സസറീസിൻ്റെ പ്രൈസ് എല്ലാം ഉൾപ്പെടും കേട്ടോ. മിറേഴ്സ്, ക്രാഷ് ഗാർഡ്, സാരി ഗാർഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രൈസാണ് 1.3 എന്ന് പറയുന്നത്. പക്ഷേ ആ വിലയ്ക്ക് ഇത് ഒരു അത്യാവശ്യം പ്രൈസ് കയറിയിട്ടുണ്ട്. ആ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മറ്റുള്ള വണ്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയുടെ 160R, പിന്നെ FZയുടെ വേർഷൻ 3, 150 വേർഷൻ 3 എന്നുള്ള വണ്ടികളൊക്കെ കിട്ടും. അതൊക്കെ കുറേ കൂടിയൊക്കെ ബെറ്ററാണ്, സ്റ്റൈല് ലുക്ക് വൈസ് ഒക്കെ ബെറ്ററാണ്. പക്ഷേ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. FZ വേർഷൻ 3 ഫാമിലി ഓറിയൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ആ വണ്ടി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ ചീപ്പായിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന വണ്ടിയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് പ്രീമിയമാണ്. ഒരു പ്രീമിയം കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് അത് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യാം. ഇനി ഇതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല. ഇതിനെന്താണ് ഇതിപ്പോൾ ഞാൻ ഇത്രയും ദൂരം മോശം റോഡിലാണ് ഓടിച്ചത്. ഒട്ടും എനിക്ക് ബാക്കിന് പിടിക്കുന്ന തോന്നുന്നില്ല. ഹോണ്ടയുടെ മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹോണ്ട ഹോണറ്റാണ്, അതുപോലുള്ള വണ്ടികളായിട്ട് എനിക്ക് ഒട്ടും എന്തായിട്ട് തോന്നുന്നില്ല, കമ്പയർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇത് വളരെ നല്ല ഒരു റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി വേറെ ലെവലാണ്, നമുക്ക് ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. ആ റൈഡ് ക്വാളിറ്റി കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, റിഫൈൻമെൻറ്റും കുറ്റം പറയാൻ പറ്റില്ല. അടിപൊളി റിഫൈൻമെൻറ്റ്. എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇഷ്ടമാണ്. കാര്യം ഞാനൊരു ഓൾഡ് സ്കൂൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഇത്തരത്തിലുള്ള അനലോഗ് ഡിജിറ്റലും അനലോഗ് ഡാഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹിമാലയൻ ഡാഷ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ
ഡാഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഒരു മിക്സ് ആവാമായിരുന്നു, കുറച്ചുകൂടിയൊക്കെ എന്താണ് ഒരു സൈഡിൽ പകുതി അനലോഗും പകുതി ഡിജിറ്റലും എന്നൊക്കെ പറയും പോലെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിലും കൊള്ളാമായിരുന്നു. പിന്നെ 1.3 കൊടുക്കുമ്പോൾ 1,30,000 രൂപ നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ടെക്നോളജി, ഡ്യുവൽ ചാനൽ ABS ആ റേഞ്ചിൽ വരുന്നില്ല എങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ LED ലൈറ്റിംഗ് പ്രതീക്ഷിക്കാം. പിന്നെ ബാക്ക് ഡിസ്ക് പ്രതീക്ഷിക്കാം. ഡ്യുവൽ ചാനൽ ABS വരുമ്പോഴത്തേക്കും ബാക്ക് ഡിസ്ക് ഉറപ്പായും ഉണ്ടാവും, അത് പ്രതീക്ഷിക്കാം. അങ്ങനെ പലതും പ്രതീക്ഷിക്കാം. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല, ഹോണ്ട തന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ വാഹനത്തെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇത് ഹോണ്ടയുടെ റിലയബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വീഡിയോസ് ഇനിയും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വീൽസ് ഓൺ ഫയറിൻ്റെ യാത്രയിലൊരു സഹയാത്രികരായി കൂടി ഉണ്ടാവുക. ഒപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായും അറിയിക്കണം. അടുത്തെന്തെങ്കിലും റിവ്യൂസ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദി.